ഹായ് ഫ്രണ്ട്സ്, ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ടെൻഡർ ടച്ച് എന്നുള്ള പാഠത്തിൻ്റെ ഒരു ഭാഗം ചർച്ച ചെയ്തു അല്ലേ. അപ്പോൾ ഇനി അവിടെ നമ്മൾ പറഞ്ഞത് സാഷയെക്കുറിച്ചായിരുന്നു. അവളുടെ സ്കൂളിലേക്ക് അവൾക്ക് ഇഷ്ടപ്പെട്ട ഫുഡുമായിട്ട്, അതായത് അവൾക്ക് ഇഷ്ടപ്പെട്ട ഉണ്ണിയപ്പം സ്നാക്സുമായിട്ട് ചെന്നപ്പോൾ അവൾ എന്ത് ചെയ്യുന്നു, കൂട്ടുകാർക്കെല്ലാം അത് വീതിച്ചു കൊടുക്കുന്നു. അവരെല്ലാം കൊതിയോട് അത് കഴിക്കുന്നു. ആ സമയത്ത് വീതിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്കൂളിൽ ക്ലാസ് റൂമിൻ്റെ വിൻഡോയിലായിട്ട് എന്ത് ചെയ്യുന്നു, ആരോ ഒരാൾ എത്തി നോക്കുന്നത് അവൾ കാണുന്നു. ഇത്രയാണ് നമ്മൾ പറഞ്ഞത്. ഈ നോക്കുന്നത് ഒരു ബോയ് ആയിരുന്നോ ഗേൾ ആയിരുന്നു അല്ലേ. അവൾ എന്ത് ചെയ്തു, സാഷ ആ ഗേളിൻ്റെ അടുത്തേക്ക് ചെന്നപ്പോൾ ഈ സ്നാക്സ് അവൾക്കും കൂടി എടുത്തോളൂ എന്ന് പറഞ്ഞ സമയത്ത് ആ കുട്ടി എന്താണ് ചെയ്തത്, അവൾക്കത് വേണ്ടാന്ന് പറഞ്ഞ് അവൾ ഓടിപ്പോയി അല്ലേ. അവളുടെ ഫ്രണ്ടിനോട്, സാഷയുടെ ഫ്രണ്ടിനോട് ഇത് ആരാന്ന് ചോദിച്ചപ്പോൾ അവൻ എന്തു പറയുന്നു, എനിക്കറിയില്ല എന്ന് പറയുന്നു. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞത്. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, അടുത്ത ഒരു സെഷനായിട്ട് ഈ സ്റ്റോറിയുടെ ലാസ്റ്റ് ഇനി എന്താണ് ഉണ്ടാവുന്നത്, ആരാണ് ആ പെൺകുട്ടി, സാക്ഷിയും അവളും ഇനി കാണുമോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ചർച്ച ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും റെഡിയാണല്ലോ. ദ ഗേൾ കംസ് അഗെയിൻ. ദ ബെസ്റ്റ് ഓഫ് ഫ്രണ്ട്സ് ക്യാൻ ചേഞ്ച് എ ഫ്രോൺ ഇൻ ടു എ സ്മൈൽ വെൻ യു ഫീൽ ഡൗൺ. Miss Anupama, their teacher, was singing a song in the class. Suddenly, Sasha saw the girl again at the door. Poor girl, I think she wants to come in, Sasha murmured. Listen, said the teacher. Hearing the teacher's voice, the girl ran away. സോ ഇവിടെ നോക്കിയേ, അവിടെ സാഷയുടെ അനുപമ ടീച്ചർ എന്ത് ചെയ്യുന്നു, ഒരു പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. ഈ പാട്ടൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നതിനിടയിൽ സഡൻലി പെട്ടെന്ന് സാഷ എന്ത് ചെയ്യുന്നു, സാഷ സോ ദ ഗേൾ അഗെയിൻ അറ്റ് ദ ഡോർ. അവൾ ആ കുട്ടിയെ, നേരത്തെ കണ്ട ആ പെൺകുട്ടിയെ വീണ്ടും ഡോറിനടുത്തായിട്ട് കാണുകയാണ്. നിങ്ങൾക്ക് കാണുന്നില്ലേ ചിത്രത്തിനകത്ത്, നോക്കൂ, ആ ഡോറിൽ കുട്ടി വന്ന് നിൽക്കുന്നത് കാണുന്നില്ലേ. ദെൻ അവളെ കണ്ട സമയത്ത് സാഷ ആലോചിക്കുന്ന എന്താ, പുവർ ഗേൾ, പാവം കുട്ടി, ഐ തിങ്ക് ഷി വോണ്ട്സ് ടു കം ഇൻ, എനിക്ക് തോന്നുന്നു അവൾക്ക് അകത്തോട്ട് വരണമെന്ന്. സാഷ മർമേഡ്. സാഷ എന്ത് ചെയ്യുന്നു, മർമർ എന്താണ്, പെറുപിറുക്കുക അല്ലേ. അപ്പോൾ സാഷ പെറുപിറുത്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ടീച്ചർ എന്ത് ചെയ്യുന്നു, ലിസൺ, ശ്രദ്ധിക്കൂ. ഹിയറിങ് ദ ടീച്ചേഴ്സ് വോയിസ്, ദ ഗേൾ റാൻ അവേ. പെട്ടെന്ന് ടീച്ചറിൻ്റെ വോയിസ് അവിടെ നിന്ന് കേട്ട സമയത്ത് ആ കുട്ടി എന്ത് ചെയ്തു, അവിടെ നിന്ന് ഓടിപ്പോയി. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു, വൈ ഡിഡ് ദ ഗേൾ കം അഗെയിൻ? എന്തുകൊണ്ട് ആ കുട്ടി വീണ്ടും എന്തിനാണ് വന്നത്, എന്തിനായിരിക്കും അവൾ വരുന്നത്, നോക്കാം നമുക്ക്. A lullaby. After school, Sasha and Naveen were walking home. On the way, they heard someone singing a song. The best of friends will understand your little trails and lend a hand. Naveen, do you hear the song? Sasha asked. That's the song our teacher taught us today, Naveen replied. But who's singing? Come, let's find out. ദെൻ ഈ ലല്ലുബി എന്താണ്, താരാട്ടാണല്ലേ, അല്ലെങ്കിൽ ഒരു സോഫ്റ്റ് സോങ് എന്നുള്ള രീതിക്ക് ഇവിടെ എന്ത് ചെയ്യുന്നു, ആഫ്റ്റർ സ്കൂൾ കഴിഞ്ഞ് സാക്ഷിയും നവീനും കൂടി എന്ത് ചെയ്യുവാണ്, വാക്കിംഗ് ഹോം, വീട്ടിലേക്ക് പോവുകയാണ്. ഓൺ ദ വേ ദേ ഹിയർ സമൺ സിംഗിങ് എ സോങ്. അവരെന്ത് ചെയ്യുന്നു, ആരോ പാട്ട് പാടുന്നത് കേൾക്കുന്നു. എന്താ പാട്ട്, ദ ബെസ്റ്റ് ഓഫ് ഫ്രണ്ട്സ് വിൽ അണ്ടർസ്റ്റാൻഡ് യുവർ ലിറ്റിൽ ട്രെയിൽസ് ആൻഡ് ലെൻഡ് എ ഹാൻഡ്. ഈ പാട്ട് നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഉണ്ടല്ലേ. അവരുടെ ക്ലാസ് റൂം ആക്ടിവിറ്റി നമ്മൾ നേരത്തെ പറഞ്ഞ സമയത്ത് അവിടെ ടീച്ചർ പാടിയ പാട്ടാണത്. സോ നവീൻ, ഡു യു ഹിയർ ദ സോങ്? സാഷ ചോദിക്കുവാണ്, എന്ത്, നവീൻ, നീ ആ പാട്ട് കേൾക്കുന്നോ? ദാറ്റ്സ് ദ സോങ് അവർ ടീച്ചർ ടോട്ട് us ടുഡേ, നവീൻ റിപ്ലൈഡ്. അത് നമ്മളുടെ ടീച്ചർ ഇന്ന് പഠിപ്പിച്ച പാട്ടല്ലേ. നവീൻ എന്ത് ചെയ്യുന്നു, സാഷയോട് തിരിച്ചു ചോദിക്കുന്നു. ദെൻ സാഷ അഗെയിൻ ആസ്ക്, ബട്ട് ഹൂസ് സിംഗിങ്? ആരാ ഈ പാടുന്നത്? ദെൻ നവീൻ സെയ്ഡ്, കം ലെറ്റ്സ് ഫൈൻഡ് ഔട്ട്. വാ, നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് കണ്ടുപിടിക്കാം. ഇവിടെ നോക്കൂ, നിങ്ങൾക്ക് സാഷയുടെ നേരെയായിട്ടൊരു ബബിൾ കാണാം. ഈ ബബിളിനെ നമ്മൾ പറയുന്നത് എന്താണ്, സ്പീച്ച് ബബിൾ എന്നാണ്. സ്പീച്ച് ബബിളിൽ സാധാരണയായിട്ട് നമ്മൾ ചെയ്യുന്നത് എന്താണ്, ഒരു സമയത്ത് അല്ലെങ്കിൽ നമ്മുടെ ആ കോണ്ടെക്സ്റ്റിനനുസരിച്ച് ഒരു ക്യാരക്ടർ ചിന്തിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ അവർ പറയുന്ന കാര്യങ്ങൾ, ഇതൊക്കെയാണ് ഒരു സിംഗിൾ ലൈൻ ഓഫ് സെൻറ്റൻസ് എന്ന് നമുക്ക് പറയാം. ഒറ്റ ലൈനിൽ നമുക്ക് പറഞ്ഞു തീർക്കാൻ പറ്റുന്ന പോലത്തെ കാര്യങ്ങളാണ് കോമൺ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്,
സ്പീച്ച് ബബിളിൽ ഉൾപ്പെടുത്തുന്നത്. ഇവിടെ നമുക്ക് സാഷയുടെ തോട്ടായിട്ട് നമുക്ക് അവിടെ കൊടുക്കാം. എന്ത്? ഹു വാസ് സിംഗിങ് ദാറ്റ് സോങ് എന്ന് നമുക്ക് സാഷ പറയുന്നതായിട്ട് കൊടുത്താൽ അത് കംപ്ലീറ്റ് ആയി. ഓക്കെ. ദെൻ എ പ്ലസൻറ്റ് സർപ്രൈസ്. സാഷ ആൻഡ് നവീൻ സ്പോട്ടഡ് ദ ഗേൾ നിയർ എ ട്രീ. ഷീ വാസ് ക്രാഡ്ലിംഗ് ഹെർ ലിറ്റിൽ ബ്രദർ singing the song. How quickly has she learned the song? Naveen whispered to Sasha. The girl saw them and smiled. She tried to comb her dry hair with her fingers. You sing beautifully. Naveen appreciated her. Sasha wanted to give the girl a gift. സോ ഇവിടെ സാഷയും നവീനും കൂടി ആരാണ് പാട്ട് പാടുന്നതെന്ന് കണ്ടുപിടിക്കാൻ പോകുന്നു. ആ പോകുന്ന സമയത്ത് അവർക്ക് എന്താണ്, അവർ ഒരു സർപ്രൈസ് ആയിട്ട് അവർക്ക് കിട്ടി. ആരെയാണ് അവർ പാട്ട് പാടുന്നതായിട്ട് കണ്ടത്? ദാറ്റ് ഗേൾ, ആ കുട്ടി. എവിടെ? നമ്മുടെ ക്ലാസ് റൂമിനകത്ത് വന്ന് നോക്കി ആ കുട്ടിയെ എന്ത് ചെയ്യുന്നു? അവരൊരു മരത്തിനടുത്തായിട്ട് കാണുന്നു. ആ സമയത്ത് അവൾ എന്താ ചെയ്യുന്നത്? ക്രാഡ്ലിംഗ് ഹെർ ലിറ്റിൽ ബ്രദർ, അവളുടെ അനിയനെ എന്ത് ചെയ്യുവാണ്? തൊട്ടിലാട്ടുവാണ് അല്ലേ? കുട്ടികളെ ഉറക്കുന്ന സമയത്ത് അമ്മമാർ പാട്ട് പാടുന്നത് നിങ്ങൾ കേട്ടിട്ടില്ലേ? അതുപോലെ അവൾ പാടുന്നതാണ് ഇന്ന് സാഷയ്ക്കും നവീനും വേണ്ടിയിട്ട് ടീച്ചർ പഠിപ്പിച്ചു കൊടുത്ത ആ പാട്ടാണ് അവിടെ എന്ത് ചെയ്യുന്നത്? കുഞ്ഞനിയനെ ഉറക്കാൻ വേണ്ടി പാടുന്നത്. ഹൗ ക്വിക്ക്ലി ഷീ ലേൺ ദ സോങ്. ഇത് കണ്ടപ്പോൾ നവീൻ എന്ത് ചെയ്യുക? സാഷയോട് പെറുപിറുത്തോണ്ട് ചോദിക്കുക, എന്തൊരു പെട്ടെന്ന് ആ കുട്ടി ആ പാട്ട് പഠിച്ചത്. ദ ഗേൾ സോ ദം ആൻഡ് സ്മൈൽഡ്. ആ സമയത്ത് ആ കുട്ടി അവരെ കാണുന്നു, അവൾ എന്ത് ചെയ്യുന്നു? അവരോട് ചിരിക്കുന്നു. ഷീ ട്രൈ ടു കോം ഹെർ ഡ്രൈ ഹെയർ വിത്ത് ഹെർ ഫിംഗേഴ്സ്. നമ്മൾ അവളെ പരിചയപ്പെട്ട ഉടനെ പറഞ്ഞു അവളുടെ മുടിയൊക്കെ എന്ത് ചെയ്തിരിക്കുമായിരുന്നു? പാറി പറന്നിരിക്കുമായിരുന്നു അല്ലേ? അവൾ ഇവരെ കണ്ട ഉടനെ തന്നെ കൈകൊണ്ട് എന്ത് ചെയ്യാൻ തുടങ്ങി? ആ മുടിയൊക്കെ ഒന്ന് വൃത്തിക്ക് വെക്കാൻ തുടങ്ങി. യു സിങ് ബ്യൂട്ടിഫുള്ളി. നവീൻ അപ്രീഷിയേറ്റഡ് ഹെർ. അപ്പോൾ നവീൻ ഒരു നല്ല കുട്ടിയാണ്. അവൻ എന്ത് ചെയ്തു? അവൾ നന്നായിട്ട് പാടിയിട്ടുണ്ട്. അപ്പോൾ അവൻ എന്ത് ചെയ്യുന്നു? അവളോട് പറയുവാണ്, നീ നന്നായിട്ട് പാട്ട് പാടിയിട്ടുണ്ട്. സാഷ വാണ്ടഡ് ടു ഗീവ് ദ ഗേൾ എ ഗിഫ്റ്റ്. നമ്മുടെ സാഷയ്ക്ക് എന്ത് തോന്നി? അവൾക്കൊരു ഗിഫ്റ്റ് കൊടുക്കാൻ തോന്നി. അത്ര നന്നായിട്ട് കുട്ടി പാട്ട് പാടിയുണ്ടായിരിക്കും അല്ലേ? ഒരു ദിവസം കൊണ്ട് അവൾ എന്ത് ചെയ്തു? ആ പാട്ട് പെട്ടെന്ന് പഠിച്ചു. അപ്പോൾ സാഷ പറയുവാണ്, എനിക്ക് അവൾക്ക് എന്ത് ചെയ്യണം? ഒരു ഗിഫ്റ്റ് കൊടുക്കണം. ദെൻ എന്തായിരിക്കും സാഷ കൊടുക്കുന്ന ഗിഫ്റ്റ് അവൾക്ക്? നോക്കാം നമുക്ക്. ദ ഗിഫ്റ്റ്. സാഷ ഓപ്പൺ ഹെർ ബാഗ് ആൻഡ് ടുക്ക് ഔട്ട് എ ബുക്ക്. സാഷ എന്ത് ചെയ്യുന്നു? അവളുടെ ബാഗ് തുറന്നൊരു ബുക്ക് എടുക്കുന്നു. ഇറ്റ് വാസ് എ പിക്ചർ സ്റ്റോറി ബുക്ക്. ഹിയർ ഈസ് എ ഗിഫ്റ്റ് ഫോർ യു. സാഷ ഹാൻഡഡ് ഇറ്റ് ഓവർ ടു ഹെർ. The girl wiped her hands on her skirt. She received the book with a smile. Kabida, who is there? Mother called out. Let's go. Naveen hurried, hearing the voice. We should tell Anu teacher about Kabida. I think she will help her, Sasha suggested. സോ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി സാഷ എന്ത് ചെയ്യുന്നു? അവളുടെ ബാഗ് ഓപ്പൺ ചെയ്യുന്നു. ദെൻ ഹി ടേക്ക് എ ബുക്ക്. എന്താണ് ആ ബുക്ക്? പിക്ചർ സ്റ്റോറി ബുക്കാണ്. ചിത്രകഥാപുസ്തകമാണ് അല്ലേ? ഹിയർ ഈസ് എ ഗിഫ്റ്റ് ഫോർ യു. നിനക്കുള്ള സമ്മാനമാണിത് എന്ന് പറഞ്ഞ് സാഷ എന്ത് ചെയ്യുന്നു? ബുക്ക് അവൾക്ക് നേരെ നീട്ടുന്നു. ആ സമയത്ത് ഷീ റിസീവ്ഡ് ഹെർ ബുക്ക് വിത്ത് എ സ്മൈൽ. അവൾ എന്ത് ചെയ്തു? ഒരു ചിരിച്ചുകൊണ്ട് അവളുടെ ആ പുസ്തകം കൈക്ക് മേടിക്കുന്നതിന് മുന്നേ ആയിട്ട് അവളുടെ സ്കേർട്ടിൽ അവളുടെ കൈയെല്ലാം നല്ലോണം തുടച്ച് വൃത്തിയാക്കിയിട്ടാണ് വാങ്ങിച്ചത്. കബിത, ഹു ഈസ് ദർ? ആ സമയത്ത് ആരോ അവളുടെ അമ്മ എന്ത് ചെയ്യുന്നു? വിളിക്കുന്നു, കബിത, ഹു ഈസ് ദർ? ആരാ അത് എന്ന്. ഇത് കേട്ടപ്പോൾ നവീന് പേടിച്ചു പോയി. നവീൻ എന്തു പറയുക? ലെറ്റ്സ് ഗോ, നമുക്ക് പോവാം. വി ഷുഡ് ടെൽ അനു ടീച്ചർ എബൌട്ട് കവിത. നമുക്ക് എന്ത് ചെയ്യാം? അനു ടീച്ചറിനോട് കവിതയെക്കുറിച്ച് പറയാം എന്ന് സാഷ എന്ത് ചെയ്യുന്നു? സജസ്റ്റ് ചെയ്യുന്നു. എന്തിനാണ് അനു ടീച്ചറിനോട് കവിതയെക്കുറിച്ച് പറയുന്നത്? ടീച്ചർക്ക് എന്ത് ചെയ്യാൻ പറ്റും? എങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും കവിതേനെ? നിങ്ങൾക്കറിയാം. ദ സ്മൈൽ. ഡിയർ ചിൽഡ്രൻ, ടുഡേ വി ഹാവ് എ ന്യൂ ഫ്രണ്ട്. She belongs to a place far away. Let's welcome her. The headmaster introduced Kabida in the school assembly. She came forward, dressed in the school uniform. She smiled warmly at everyone. The headmaster invited Kabida's parents to the stage. All the children clapped. I congratulate Sasha and Naveen. They helped Kabida to join us. Sasha, Naveen, please come to the dais. The headmaster encouraged, clapping hands.
ദെൻ പിന്നെ നമ്മൾ കാണുന്നത് എന്താണ്? കവിതയെ സ്കൂൾ യൂണിഫോമിലാണ്. പിക്ചർ നോക്കൂ, കവിതയും അവളുടെ അച്ഛനും അമ്മയൊക്കെ അവിടെ നിൽക്കുന്നു. പിറകിലായിട്ട് നവീനെയും സാക്ഷിയെയും കാണാം അല്ലേ? സ്കൂൾ അസംബ്ലിയാണത്. സ്കൂൾ അസംബ്ലിയിൽ ഹെഡ് മാസ്റ്റർ എന്ത് ചെയ്യുവാണ്? കവിതയെ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. ഡിയർ ചിൽഡ്രൻ, ടുഡേ വി ഹാവ് എ ന്യൂ ഫ്രണ്ട്. നമുക്കൊരു പുതിയ ഫ്രണ്ടിനെ പരിചയപ്പെടാം എന്ന് പറഞ്ഞ് കവിതയെ എന്ത് ചെയ്യുന്നു? യൂണിഫോമിൽ വെൽ ഡ്രസ്ഡ് ആയിട്ടുള്ള കവിതയെ സ്റ്റേജിലേക്ക് വിളിക്കുന്നു. കവിതയുടെ കൂടെ തന്നെ അവളുടെ പാരൻസിനെയും സാർ എന്ത് ചെയ്യുന്നുണ്ട്? സ്റ്റേജിലേക്ക് വിളിക്കുന്നുണ്ട്. ഓൾ ദ ചിൽഡ്രൻ ക്ലാപ്ഡ്. അവരൊക്കെ എന്ത് ചെയ്യാൻ തുടങ്ങി? കൈയടിക്കാൻ തുടങ്ങി. ദെൻ അതിൻ്റെ കൂട്ടത്തിൽ ഹെഡ് മാസ്റ്റർ ഒരു കാര്യം കൂടി പറഞ്ഞു. എന്താ അത്? ഐ കൺഗ്രാജുലേറ്റ് സാഷ ആൻഡ് നവീൻ. എന്തിനാ സാഷയും നവീനെയും കൺഗ്രാജുലേറ്റ് ചെയ്യുന്നേ? ദേ ഹെൽപ്പ് കവിത ടു ജോയിൻ അസ്. അവരാണ് കവിതയെ എന്ത് ചെയ്തത്? അനു ടീച്ചറിനോട് പറഞ്ഞു കൊടുത്തിട്ട് എന്ത് ചെയ്തത്? സ്കൂളിലേക്ക് വരുത്തിച്ചത്. അപ്പോൾ ആ കുട്ടിയുടെ പാട്ടൊക്കെ കേട്ടപ്പോൾ അവർക്ക് തോന്നിയിട്ടുണ്ടായിരിക്കും അല്ലേ, അവൾക്ക് പഠിക്കാൻ നല്ല ആഗ്രഹമുണ്ട്, അതുകൊണ്ടല്ലേ അവൾ ക്ലാസ് റൂമിലൊക്കെ വന്ന് എത്തി നോക്കിപ്പോയത്. അങ്ങനെ കവിതേനെയും സാക്ഷിയെയും നവീനെയും ഒരുപോലെ ക്ലാപ്പ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുവാണ്? സാറ് അങ്ങോട്ടേക്ക് വിളിക്കുവാണ്. അങ്ങനെ വിളിക്കാനുള്ള കാരണം എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായല്ലോ. അവർ ചെയ്തതൊരു നല്ല കാര്യമാണല്ലേ, ഒരാളെ ഹെൽപ്പ് ചെയ്യുകയാണ് ചെയ്തത്. അങ്ങനെ നമുക്ക് എന്തെങ്കിലും സഹായം ആർക്കെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മളെല്ലാവരും ചെയ്യണം അല്ലേ? ദെൻ ഇനി ലാസ്റ്റ് സെഷൻ ഓഫ് ദ സ്റ്റോറി, ടിയേഴ്സ് ഓഫ് ജോയ്. ടിയേഴ്സ് എന്താ? കണ്ണുനീരാണ്. ജോയ് എന്താണ്? സന്തോഷമാണ് അല്ലേ? അപ്പോൾ സന്തോഷ കണ്ണുനീര, സന്തോഷം കൊണ്ട് ചിലപ്പോൾ നമ്മളൊക്കെ കരഞ്ഞു പോകാറുണ്ട്. സാഷ ആൻഡ് നവീൻ മൂവ് ടുവേർഡ്സ് ദ സ്റ്റേജ്. ദ ഹെഡ് മാസ്റ്റർ ഷൂക്ക് ഹാൻഡ്സ് വിത്ത് ദം. ഓൾ ദ ചിൽഡ്രൻ അപ്ലോഡ് ദം അഗെയിൻ. കവിത ലുക്ക്ഡ് അറ്റ് സാഷ ആൻഡ് നവീൻ. ഹെർ ഐസ് brightened with gratitude. Anu teacher's song was echoing in every mind. The best of friends, worth more than gold, give all the love a heart can hold. Anupama teacher came forward and hugged Kavita. The girl smiled. A tiny drop of tears glittered in the corner of her eyes. സോ ഇവിടെ നോക്കൂ, സാഷയും നവീനും എന്ത് ചെയ്യുന്നു? പ്രിൻസിപ്പൾ വിളിച്ചപ്പോൾ സ്റ്റേജിനടുത്തേക്ക് ചെല്ലുന്നു. ഹെഡ് മാസ്റ്റർ അവൾക്ക് എന്ത് ചെയ്തു? ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തു. എല്ലാ കുട്ടികളും അപ്പോഴും അവരെ എന്ത് ചെയ്യുകയാണ്? ക്ലാപ്പ് ചെയ്ത് എൻകറേജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കവിത ലുക്ക്ഡ് അറ്റ് സാഷ ആൻഡ് നവീൻ. കവിത എന്ത് ചെയ്യുന്നു? അവരെ രണ്ടുപേരെയും ഒന്ന് നോക്കി. ഹെർ ഐസ് ബ്രൈറ്റൻ വിത്ത് ഗ്രാറ്റിറ്റ്യൂഡ്. അവളുടെ കണ്ണുകളിൽ മുഴുവൻ അവരോടുള്ള നന്ദി, ആദരവും അവർക്ക് എന്ത് ചെയ്യായിരുന്നു? കാണായിരുന്നു. അനു ടീച്ചറിൻ്റെ സോങ് അവിടെ എല്ലാം ഉള്ളതായിട്ട് എന്ത് ചെയ്തു? അവർക്ക് തോന്നി. എന്താ അനു ടീച്ചറുടെ സോങ്ങിൽ എന്താ പറഞ്ഞിരുന്നത്? നമുക്ക് പറ്റുന്ന ഹെൽപ്പുകൾ എന്ത് ചെയ്യുക? എല്ലാവർക്കും ചെയ്യുക എന്നുള്ളതായിരുന്നു ആ സോങ്ങിൻ്റെ ഒരു തീം അല്ലേ? അനുപമ ടീച്ചർ കെയിം ഫോർവേഡ് ആൻഡ് ഹഗ്ഡ് കവിത. പെട്ടെന്ന് അനുപമ ടീച്ചർ എന്ത് ചെയ്തു? മുന്നിലേക്ക് വന്ന് കവിതയെ കെട്ടിപ്പിടിച്ചു. ദ ഗേൾ സ്മൈൽഡ്. ആ സമയത്ത് അവൾ എന്ത് ചെയ്യുവാണ്? ചിരിക്കുവാണ്. എ ടൈനി ഡ്രോപ്പ് ഓഫ് ടിയർ ഗ്ലിറ്റേർഡ് ഇൻ ദ കോർണർ ഓഫ് ഹെർ ഐസ്. ഒരു കുഞ്ഞ് കണ്ണുനീർത്തുള്ളി എന്ത് ചെയ്തു? അവളുടെ കണ്ണിൻ്റെ കോണിൽ ഇങ്ങനെ വന്നു നിന്നു. എന്തുകൊണ്ടായിരിക്കും അവൾക്ക് കരച്ചിൽ വന്നത്? എന്തുകൊണ്ടായിരിക്കും? അവൾക്ക് അത്രയും സന്തോഷം ഉണ്ടായിരിക്കും അല്ലേ? ഒരിക്കലും നടക്കില്ല തോന്നിയ കാര്യമായിരിക്കാം നടന്നത്. ഇവിടെ നോക്കൂ, ഈ ഒരു സ്റ്റോറിയിൽ നമുക്ക് എന്താ മനസ്സിലായത്? ഹെൽപ്പിംഗ് ആണ് അല്ലേ? നമ്മൾ ഒരാളെ എന്ത് ചെയ്യണം? എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ ഒരാൾ ബുദ്ധിമുട്ടുന്നതായിട്ട് നിങ്ങൾ കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കഴിയുന്ന സൗകര്യങ്ങളും അല്ലെങ്കിൽ സഹായങ്ങളും അവർക്ക് എന്ത് ചെയ്യുക? ഒരുക്കി കൊടുക്കുക. അങ്ങനെയാണ് എല്ലാ കുട്ടികളും ചെയ്യേണ്ടത്. അങ്ങനെയുള്ള രണ്ട് നല്ല കുട്ടികളുടെ കഥയായിരുന്നു നമ്മളിപ്പോൾ കേട്ടിട്ടുള്ളത് അല്ലേ? സോ നിങ്ങളും സാഷയെയും നവീനെയും പോലെ നല്ല കുട്ടികളായിട്ട് വളരുക, എല്ലാവരെയും സഹായിക്കാനുള്ളൊരു മൈൻഡ് എന്ത് ചെയ്യുക? വളർത്തിയെടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രയും ആണ് നമ്മുടെ ഫസ്റ്റ് യൂണിറ്റിലെ സ്റ്റോറി. ഇനി ഇതിൻ്റെ ആക്ടിവിറ്റീസാണ് വരുന്നത്. അപ്പോൾ കൂട്ടുകാരെല്ലാവരും സ്റ്റോറി നന്നായിട്ട് കേൾക്കുക, വീണ്ടും 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 വായിച്ച് വാക്കുകളെല്ലാം തന്നെ ഉറപ്പ് വരുത്തുക. ഒരിക്കലും എന്ത് ചെയ്യരുത്? വായിക്കാണ്ട് ഇരിക്കരുത് കേട്ടോ. നന്നായിട്ട് വായിക്കുക. സോ നമുക്ക് എന്ത് ചെയ്യാം? അടുത്തൊരു വീഡിയോയിലൂടെ അടുത്ത യൂണിറ്റുമായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക്സ് ഫോർ ലിസണിങ്. ടാറ്റാ.